ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ പട്ടായ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഈ പൊരുവേലും കൊണ്ട് എങ്ങോട്ടാ പോണേന്നല്ലേ? നമുക്കിന്ന് സഫാരി ടൂർ ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ആനിമൽസ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏറ്റവും എക്സൈറ്റഡ് ആയത് ഇത് കണ്ടപ്പോഴാണ്. സംഭവം സഫാരി ഒക്കെ ആണെങ്കിലും ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളുടെ അടുത്തു കൂടെയൊക്കെ ഇങ്ങനെ ടൈഗേഴ്സും ലയോൺസും പിന്നെ മറ്റേ ബേഴ്സ് ഒക്കെ പോകുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതോടെ മച്ചാൻ ഫുള്ളി ഫ്ലാറ്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങ് ഫ്ലാറ്റായി. പിന്നെ ഓരോ ഏരിയ എത്തുമ്പോഴും ഇവിടെ എന്താ ഉള്ളത്, ഇതെന്താ സംഭവം, അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഫ്ലെമിംഗോനെ കണ്ടോ, ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നെ ഞങ്ങൾ പോയതൊരു രാവിലെയൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഉറക്കത്തിലായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല, എല്ലാവർക്കും ഭയങ്കര ക്ഷീണമുള്ള മാതിരി ഫീൽ ചെയ്തു. പിന്നെ ഇവരെ കണ്ടോ, ഇവർ ഭയങ്കര സൈലന്റ് ആൻഡ് സാഡ് ആയിരുന്നു. പിന്നെ ഇവര് ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവനെ കണ്ടോ, ഇവനാണോ ഇവളാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈ ഐറ്റത്തിനെ കാണാനേനും അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കൂടുതൽ. പിന്നെ ഇതൊരു ട്രീ ഹട്ട് ഞാൻ കണ്ടപ്പോൾ എടുത്തതാട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫസ്റ്റ് ഷോയ്ക്ക് കയറി. ഫസ്റ്റ് ഷോ എലിഫന്റ് ഷോ ആയിരുന്നു ആൻഡ് അത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു വർക്ക് ബുക്ക് ഒക്കെ പിടിച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് അടുത്ത ഷോയ്ക്ക് കയറി. ഇതാണ് സ്പൈ വാൾ. ആക്ച്വലി എനിക്ക് അവിടെ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ഇതാണ്. ബിക്കോസ് ഇത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു 5-6 ഷോ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോയും വഴിയെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇന്നും ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി നല്ല ഫുഡായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം കഴിച്ചതിനെക്കാട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വിത്ത് ഐസ്ക്രീം. ഐസ്ക്രീം ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ബിക്കോസ് അതിൽ ക്യാരറ്റ്സ് പിന്നെ ബേബി കോൺസ് ഇതൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐ തോട്ട് ദാറ്റ് എങ്ങനെ ഇത് ഐസ്ക്രീമിൽ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഡെക്കോർ മാതിരി ഉണ്ടാക്കി വെച്ച സംഭവമായിരുന്നു. ഞങ്ങളടുത്ത് ഷാർപ്പ് 4 o'clock പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈവർ ചേച്ചി പോയത്. എന്നിട്ടോ ചേച്ചി ലേറ്റായി. എന്നിട്ട് അത് കഴിഞ്ഞ ചേച്ചി ഞങ്ങളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് ചേച്ചി വിട്ടു. നല്ലൊരു ചേച്ചിയായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത പോകാനുള്ള ഡെസ്റ്റിനേഷനും എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ആള് പോയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷും അറിയില്ല, അവരുടെ വശം നമുക്കും അറിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. പക്ഷേ ഈ ചേച്ചിക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു.